ഇപ്പോഴത്തെ കുട്ടികൾ, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ പണ്ടത്തെ അപേക്ഷിച്ച് ആണും പെണ്ണും ഇടപഴകി ജീവിക്കുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയില്ല. ഇടയ്ക്ക് സാറന്മാർ വന്ന് നടക്ക് വടിയുമായിട്ടൊക്കെ നിൽക്കുമായിരുന്നു. സ്കൂൾ ആദ്യം ആൺകുട്ടികളുടെ ആദ്യം വിടും, ബെല്ലടിക്കും, അവർ വീട്ടിലെത്തിയിട്ടേ പെൺകുട്ടികളെ വിടുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇന്നിങ്ങനെ ഇല്ല. അവർ പുതിയ ചെറുപ്പക്കാർ മലയാളിയുടെ കപട സദാചാരത്തിൻ്റെ മതിലുകൾ തകർത്തു എന്ന് പറയപ്പെടുന്നു. അത് ശരിയാണോ സാറിൻ്റെ അഭിപ്രായം? അതിപ്പം നമുക്കെല്ലാവർക്കും, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പുതിയ തലമുറ പിള്ളേർ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സോഷ്യോളജിസ്റ്റുകൾ പഠിക്കേണ്ട ഒരു പ്രതിഭാസമാണ്. ആരും ഇടപെടാതെ, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇടപെട്ടില്ല, ഒരു മാധ്യമവും ഇടപെട്ടില്ല, ഒരു മതവും ഇടപെട്ടില്ല, ജാതിയും ഇടപെട്ടില്ല. ഇവരുടെ ആരുടെ ഇടപെടലില്ലാതെ ഇന്നത്തെ പുതിയ തലമുറ പിള്ളേർ അവർ തമ്മിലുള്ള ബന്ധങ്ങൾക്ക് ഒരു പുതിയ നിർവചനം ഉണ്ടാക്കി. ഒളിച്ചുകളിയില്ല. ആണിൻ്റെ പുറകെ പെണ്ണ് നടക്കുക എന്നുള്ള പരിപാടി കഴിഞ്ഞു. ആണ് 10 അടി മുമ്പിൽ, പെണ്ണ് 10 അടി പുറകിൽ. എല്ലാം ഇത് മുഴുവനും അവസാനിച്ചു. ഒരു പുതിയ ഈക്വാലിറ്റി, തുല്യത, സമത്വം, പരസ്പര ബഹുമാനം, ജെൻഡർ ഈക്വാലിറ്റിയുടെയൊക്കെ ഒരു അങ്ങേയറ്റം, ലൈംഗികമായ ഈക്വാലിറ്റി. അവർക്ക് ഈ ലൈംഗികതയെപ്പറ്റി ഈ ഒരു പർട്ടിക്കുലർ തലമുറയ്ക്കുണ്ടായിരുന്ന ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും അവർക്കില്ല. ഇതെന്തോ അത്ഭുതകരമായ സ്വർഗത്തിൽ നിന്ന് കെട്ടിയിറക്കിക്കൊണ്ടുവന്ന ഒരു സാധനമാണ്, തുടങ്ങി ഇത് മഹാപാപമാണ്. ഇങ്ങനെയുള്ള ഒരു നോൺസെൻസും അവർക്കുള്ളതായിട്ട് ഞാൻ എൻ്റെ പരിമിതമായ നിരീക്ഷണങ്ങളിൽ നിന്നും ഇതിന്ന് ഞാൻ കാണുന്നുണ്ട്. ഒരു പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ നിശബ്ദ റെവല്യൂഷനാണ് ഈ കുട്ടികളും, ഈ ആൺകുട്ടികളും പെൺകുട്ടികളും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു പുതിയ മലയാളിയെ സൃഷ്ടിച്ചു. ഇനി നമുക്ക് പിന്നോട്ട് പോക്കില്ല. ഇതുവരെ നമ്മൾ കണ്ട ഈ ഒളിച്ചു നോട്ടക്കാരും സദാചാര പോലീസും, ഒരാണും പെണ്ണും ഒരിടത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന കണ്ടാൽ നീ എന്ത് ചെയ്യാടാന്ന് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അത് മോർ ഓർ ലെസ് തീർന്നു. കേരളം ഒരു പുതിയ യുഗത്തിലേക്ക്, ഒരു നാരായണ ഗുരുവിനെ ആവശ്യം വന്നില്ല, ഒരു അയ്യങ്കാളിയെ ആവശ്യം വന്നില്ല, മഹാത്മാഗാന്ധിയെ ആവശ്യം വന്നില്ല. ഈ പിള്ളേരിതുണ്ടാക്കി. ഞാൻ അവർക്കൊരു വലിയ സല്യൂട്ട് കൊടുക്കുന്നു. 50 വർഷം കഴിഞ്ഞ് ജനിച്ച മതിയായിരുന്നു ദിവാകരൻ വിഷ്ണുമംഗലം അവിടെ ഇരുന്ന് ആലോചിക്കും അല്ലേ. അടുത്ത് സാറേ, ഈ കാളവണ്ടി അവർ സാരമില്ല, അവർ വേറെ വർത്തമാനങ്ങളാണ്, അവരിത് കേൾക്കേണ്ട കാര്യമില്ല. ഈ സാറേ, കാളവണ്ടി, മണ്ണെണ്ണ വിളക്ക്, ഓലമേഞ്ഞ വീട്, ഇതൊക്കെ കണ്ടു വളർന്ന ആ കാലത്ത് ജനിച്ച സാറ് ഇപ്പോഴത്തെ മൊബൈലിലൂടെ പരസ്പരം കണ്ട് സംസാരിക്കുന്ന ഒരു ലോകത്ത് എത്തിയപ്പോൾ ഈ ഒരു ടെക്നോളജിയുടെ കുതിച്ചുചാട്ടം സാറിന് എങ്ങനെയാണ് ഒരു ജെറ്റ് ലാഗ് പോലെ ഒരു അമ്പരപ്പുണ്ടാക്കിയോ, അതോ അതുമായി വളരെ പൊരുത്തപ്പെടാൻ അനായാസം സാധിക്കുന്നുണ്ടോ? അജിത്തെ, അത് വളരെ വളരെ സിമ്പിളാണ്. അത് കാരണം ഞാൻ സ്ലേറ്റിൽ എഴുതി പഠിച്ചവനാണ്. ഒരു 3ാം ക്ലാസ് വരെ സ്ലേറ്റിൽ നിന്ന് കടലാസിലേക്കും പെൻസിലിലേക്കും മാറി. അവിടെ നിന്ന് ഏതോ ഒരു പ്രായത്തിൽ ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാൻ പഠിച്ചു. ടെക്നോളജി നമ്മളതിൻ്റെ കൂടെ പോകാതിരിക്കാൻ പറ്റത്തില്ല. പോകാതിരിക്കാൻ ശ്രമിക്കുകയോ പോകാതിൽ പരാജയപ്പെടുകയോ ചെയ്താൽ നമ്മൾ പിന്തള്ളപ്പെടും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മനഃപൂർവ്വം പിന്തള്ളപ്പെടുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഈ സ്ട്രീം നമുക്കത് അവൈലബിൾ ആയിരുന്നു. ടെക്നോളജിയുടെ പുതിയ മാറ്റങ്ങൾ വരുന്നതിൻ്റെ ആ സ്ട്രീം നമുക്ക് അവൈലബിൾ ആയിരുന്നു. ഇന്നിപ്പം നമ്മൾ സോഷ്യൽ മീഡിയ നമ്മളുടെ യഥാർത്ഥ ജീവിതത്തിൻ്റെ സമാന്തര റിയാലിറ്റി സോഷ്യൽ മീഡിയ സൃഷ്ടിച്ചിരിക്കുകയാണ്. അവിടെ ആരാണുള്ളത്, അവരാരാണ്, എന്താണ്, അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ എന്താണ്, ഇതൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഒരു പരിപൂർണമായിട്ട് ഒരു ഡാർക്ക് എംപയറാണത് ആ കാണുന്നത്. ഇരുട്ട് നിറഞ്ഞ എംപയറാണ്. പക്ഷേ അവിടെ എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യമുണ്ട്. വിഷജീവികൾക്കും സ്വാതന്ത്ര്യമുണ്ട്. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ വർഗീയത പരത്തപ്പെടുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അത് ഹിന്ദുമതം, ഇസ്ലാം, ക്രിസ്തുമതം, ഇത് മൂന്നിൻ്റെയും ജാതീയത, ഡിക്റ്റേറ്റർഷിപ്പിൻ്റെ സന്ദേശങ്ങൾ, അതായത് ഏകാധിപത്യം ഇന്ത്യയിൽ ഉണ്ടായി വരേണ്ടതിൻ്റെ ആവശ്യകതയനുസരിച്ച് അതടക്കമുള്ള സന്ദേശങ്ങൾ, എന്തുകൊണ്ട് നമ്മളൊരു ഹിറ്റ്ലറുടെയൊക്കെ മോഡലിലാകണം എന്നുള്ള ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയാണ് പടരുന്നത്. പക്ഷേ അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പം
പുസ്തകങ്ങൾ എൻ്റെ പബ്ലിഷേഴ്സൊക്കെ എന്നോട് പറയും, നമ്മൾ പത്രത്തിലോ ആഴ്ചപ്പതിപ്പിലോ പരസ്യം കൊടുത്തിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ പരസ്യം കൊടുക്കുകയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ തന്നെ കൊടുക്കണം. കാരണം അവിടെയാണ് ചെറുപ്പക്കാർ, അവിടെയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നവർ. ധാരാളം വായനക്കാരുണ്ട്. അവരോട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നുള്ളത് വേറൊരു പ്രശ്നം. പക്ഷെ ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന പോലെ 10 പേർ അറിയണമെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ പോകണം. ഏതെങ്കിലും ഒരു ആഴ്ചപ്പതിപ്പിൽ പരസ്യം കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് നമ്മൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിയേ തീരൂ എന്നുള്ളതാണ്. സാറിൻ്റെ എന്തുണ്ട് വിശേഷം പീലാത്തോസ് എന്ന നോവലിലെ ഒരു വാക്യം ഞാൻ വായിക്കാം. അങ്ങനെയാണ് ജീവിതം, ഒന്നുണ്ടെങ്കിൽ ഒന്നില്ല. ഒരിടത്ത് വീഞ്ഞ് മോശം, സ്ത്രീകൾ നന്ന്. മറ്റൊരിടത്ത് വീഞ്ഞ് നന്ന്, പക്ഷെ സ്ത്രീജനം തൃപ്തികരമല്ല. വീഞ്ഞും സ്ത്രീയും മത്സ്യവും പഴങ്ങളും ഒരുപോലെയുള്ള ഇടമുണ്ട്, പക്ഷെ അവിടെ നമ്മളില്ല. എൻ്റെ ചോദ്യം, ഈ അവസ്ഥയാണോ നമ്മൾ വിധി എന്ന് വിളിക്കുന്നത്? രണ്ടാമത് നമ്മൾ വിധി എന്ന് പറയുന്നത്. ഈ വാക്യം ഇന്ന് എഴുതിയാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സുകാർ പിടികൂടുമോ? ഇത് വിധിയല്ല, ഇത് പീലാത്തോസ് പറയുന്നതാണ്. ഈ പീലാത്തോസ് എന്ന് പറയുന്ന വിദ്വാനാണ് യേശുവിനെ പണ്ട് ഈ വാസ്തവത്തിൽ പുള്ളി യേശുവിനെ കൊലയ്ക്ക് കൊടുക്കുക, അതെല്ലാം ഭയങ്കര തെറ്റിദ്ധാരണകളാണ്. ഇവർ പിന്നീട് പറഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങേര് പറഞ്ഞു, ഈ മനുഷ്യൻ നിഷ്കളങ്കനാണ് എൻ്റെ നോട്ടത്തിൽ. പക്ഷേ ഞാൻ ഇവിടുത്തെ റോമക്കാരുടെ പ്രതിനിധി മാത്രമാണ്. യഹൂദരായ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇയാളെ എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇതാ കൈ കഴുകുന്നു ഇവൻ്റെ രക്തത്തിൽ നിന്നെന്ന് പറഞ്ഞ് യേശുവിനെ പറഞ്ഞു വിടുക ചെയ്ത്. അതിൻ്റെ പേരിൽ ഈ മനുഷ്യന് ഒത്തിരി ചീത്തപ്പേര് കേൾക്കുന്നുണ്ട്. ഈ പീലാത്തോസ് പറഞ്ഞ മനുഷ്യൻ, അയാളാണ് എൻ്റെ ഈ ചെറിയ നോവലിലെ കഥാപാത്രം. അപ്പോൾ അദ്ദേഹം ഇന്നത്തെ ഈ കാലഹരണപ്പെട്ടു പോയ വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ലംബടൻ എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു സംഭവം എനിക്കിതുവരെ മനസ്സിലായില്ല. ഇതുവരെ പിടികിട്ടിയിട്ടില്ല. എന്താണ് ഈ സ്ത്രീ ലംബടൻ? സ്ത്രീ പീഡകർ, അത് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വേറൊരു വാക്ക്. പീഡനം എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വേറെ ചില അർത്ഥങ്ങളിലാണ്. എൻ്റെ കൈ ഒരാൾ വെട്ടിക്കളയാൻ ശ്രമിച്ചാൽ അത് പീഡനമാണ്. ഇതൊക്കെ എനിവേ അത് പോട്ടെ. അപ്പം പീലാത്തോസിൻ്റെ ഈ ഒരു സുഖലോലുപനായ ഒരു റോമൻ സൈന്യാധിപൻ്റെ സുഖങ്ങളിൽ ഈ 2-3 കൂട്ടങ്ങളെ പറ്റിയാണ്. സ്ത്രീകൾ, വീഞ്ഞ്, പഴങ്ങൾ. പുള്ളിക്ക് പഴങ്ങളും ഒക്കെ ഇഷ്ടം, മീനും ഇഷ്ടമായിരുന്നു. അപ്പം അത് പുള്ളി വിധിയുടെ ഒരു വിധി എന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് ദാറ്റ്സ് ഓൺലി നമ്മൾ എക്സ് ദിനത്തിൽ നമ്മൾ ജനിക്കുന്നു, എക്സ് ദിനത്തിൽ നമ്മൾ മരിക്കുന്നു. അതിനിടയ്ക്കൂടെ ഒരു പ്രത്യേക രീതിയിൽ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അതിനൊരു മുൻവിധിയൊന്നും ഉള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഉണ്ടെങ്കിൽ ഞാൻ അത് പഠിക്കാൻ തയ്യാറാണ്. അപ്പം പീലാത്തോസിൻ്റെ ഒരു ഒബ്സർവേഷനേ ഉള്ളൂ. പീലാത്തോസിന് ഇതെല്ലാം ഇഷ്ടമാണ്. അദ്ദേഹം ചെല്ലുന്ന ഈ റോമൻ എംപയർ ഇവരുടെ സൈന്യാധിപന്മാരെ സ്ഥലം മാറ്റുമായിരുന്നു. അങ്ങനെ സ്ഥലം മാറ്റി പുള്ളി ജെറൂസലേമിൽ വന്ന് പെട്ടു. അവിടെ വീഞ്ഞും സ്ത്രീയും പഴങ്ങളും ഒക്കെ വളരെ ചുരുക്കമാണ് എന്ന് പുള്ളി ദുഃഖിക്കുന്നു എന്നുള്ളതാണ്. അത് ഇന്നത്തെ കാലത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇതിനകത്ത് സ്ത്രീവിരുദ്ധമായിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.